തൃശൂരിൽ ബി.ജെ.പി ജയിപ്പിച്ചതിൽ പങ്കുണ്ടെന്ന് കെ.പി.സി.സി സമിതി കണ്ടെത്തിയ ജോസ് വള്ളൂരിന് ക്ലീൻ ചീറ്റ് നൽകിയ കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരനെതിരെ കോൺഗ്രസിൽ ഇപ്പോൾ പ്രതിഷേധം മുടക്കുകയാണ്. മുൻ ഡി.സി.സി പ്രസിഡന്റ് ജോസും യു.ഡി.എഫ് ചെയർമാനുമായിരുന്ന എം.പി. വിൻസെന്റും ടി.എൻ. പ്രതാപൻ, അനിൽ അക്കരെ എന്നിവർക്കൊപ്പം തന്നെ കുറ്റക്കാരെന്ന് കെ.പി.സി.സി സമിതി കണ്ടെത്തിയിരുന്നു. എന്നാൽ ജോസിന് തോൽവിയിൽ പങ്കില്ല എന്നാണ് കെ. സുധാകരൻ പറഞ്ഞത്. കയ്യിലിരിക്കുന്ന റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചുകൊണ്ടാണ് സുധാകരന്റെ പ്രസ്താവനയെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. ബി.ജെ.പിയുടെ വിജയത്തിന് കാരണക്കാരായവരെ സംരക്ഷിക്കുന്ന സുധാകരന്റെ നിലപാടിനെതിരെ കടുത്ത പ്രതിഷേധമാണ് നേതാക്കൾ ഉയർത്തുന്നത്. സുധാകരന്റെ സ്വന്തക്കാരനായാണ് ജോസ് അറിയപ്പെടുന്നത്. റിപ്പോർട്ട് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ജോസ് വള്ളൂർ ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ടുമുണ്ട്. ജില്ലയിൽ കോൺഗ്രസ് നേതൃത്വം കൈയാളുന്ന ടി.എൻ. പ്രതാപൻ, അനിൽ അക്കരെ, ജോസ് വള്ളൂർ എന്നിവരെ ഒതുക്കാനായി കെ.സി. വേണുഗോപാൽ വിഭാഗം നടത്തിയ ഓപ്പറേഷനാണ് റിപ്പോർട്ട് ചോർന്നതിന് പിന്നിൽ എന്നാണ് പറയപ്പെടുന്നത്. ഡി.സി.സി ഓഫീസിലുണ്ടായ കൂട്ടത്തല്ലിനെ തുടർന്ന് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പുറത്തായ ജോസിനെ വീണ്ടും പ്രസിഡന്റാക്കാൻ പിന്തുണ തേടി കെ.സി. വേണുഗോപാലിനെ ഒരു വിഭാഗം സന്ദർശിച്ചിരുന്നു. തനിക്കൊപ്പം നിൽക്കുന്ന ജോസഫ് ടാജറ്റിനെ പ്രസിഡന്റാക്കാനാണ് വേണുഗോപാലിന്റെ നീക്കം. അതുവഴി ജില്ലയുടെ നിയന്ത്രണവും പിടിയിലാക്കാൻ സാധിക്കുമെന്നും അവർ ലക്ഷ്യം വെക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ തോൽവിയെ തുടർന്ന് ഡി.സി.സി അധ്യക്ഷനും യു.ഡി.എഫ് ചെയർമാനും ഒഴിഞ്ഞതിന് ശേഷമുള്ള അനിശ്ചിതത്വം തൃശൂർ ജില്ലയിലെ കോൺഗ്രസിൽ കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. 2024 ജൂൺ 10 ഡി.സി.സി പ്രസിഡന്റ് ഇല്ലാതായ തൃശൂരിൽ സ്ഥിരം പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള നടപടി പൂർത്തിയായപ്പോഴാണ് വ്യാജ വാർത്താ വിവാദം വന്നത്. ഇത് പ്രതിസന്ധി രൂക്ഷമാക്കി. തൃശൂരിലെ തോൽവി സംബന്ധിച്ച് കോൺഗ്രസ് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ വ്യാജരേഖകളാണ് വാർത്തയായി തന്നെ പുറത്തു വന്നത്. ജില്ലയിലെ മുതിർന്ന നേതാവ് മാധ്യമങ്ങൾക്ക് നൽകിയെന്നാണ് ആരോപണം. പുറത്തുവന്ന രേഖകൾ വ്യാജമാണ് എന്ന് കാണിച്ചുകൊണ്ട് പരാതികളും പ്രതിഷേധങ്ങളും ഉയർന്നു. സ്ഥാനമൊഴിഞ്ഞ ഡി.സി.സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ദേശീയ നേതൃത്വത്തിന് പരാതിയും നൽകി. വ്യാജരേഖകൾ മാധ്യമങ്ങൾക്ക് കിട്ടിയത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും നടപടി വേണമെന്നും കാണിച്ചുകൊണ്ട് മുൻ എം.എൽ.എ ആയ അനിൽ അക്കരെ പോലീസിലും പരാതി നൽകി. ആരോപണ വിധേയരായ നേതാവാകട്ടെ മൗനം പാലിക്കുകയുമാണ്. അന്വേഷണ റിപ്പോർട്ടിൽ ജോസ് വള്ളൂരിന്റെ പേരില്ല എന്ന് കെ.പി.സി.സി അധ്യക്ഷൻ പറഞ്ഞതോടെ വ്യാജരേഖ ചർച്ച വിഷയമാവുകയും ചെയ്തു. ഇതോടെ ജില്ലയിൽ ചേരിതിരിഞ്ഞ് ആരോപണം വ്യാപകമാവുകയും ചെയ്തു. ഗ്രൂപ്പുകളെയും നേതാക്കളെയും ന്യായീകരിച്ചും വിമർശിച്ചും സാമൂഹിക മാധ്യമങ്ങളിലും പൊതുവിടങ്ങളിലും എഴുത്തുകൾ ശക്തമായി. ഡി.സി.സിയുടെ ചുമതല പാലക്കാട്ടെ എം.പി. വി.കെ. ശ്രീകണ്ഠന് നൽകിയെങ്കിലും നേതാക്കൾക്കിടയിലെ ഗ്രൂപ്പിസം ശക്തമായി തന്നെ തുടർന്നു. പ്രശ്നപരിഹാരത്തിനും സമവായത്തിനും വി.കെ. ശ്രീകണ്ഠനും സംസ്ഥാന നേതാക്കളും ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഡി.സി.സി പ്രസിഡന്റിന്റെ ചുമതല ഒഴിയുകയാണെന്ന് വി.കെ. ശ്രീകണ്ഠൻ അറിയിച്ചെങ്കിലും പാർട്ടി അംഗീകാരം കിട്ടിയിരുന്നില്ല. എം.പിയുടെ ഉന്നത ഉത്തരവാദിത്തമുള്ള വി.കെ. ശ്രീകണ്ഠനാകട്ടെ തൃശൂരിലെ പാർട്ടിയുടെ കാര്യത്തിൽ കാര്യമായ ശ്രദ്ധ ചെലുത്തുന്നുമില്ല. തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരു മാസത്തേക്ക് മാറി നിൽക്കാനാണ് രാജിവെച്ചവരോട് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടത്. 8 മാസമായിട്ടും പകരം ആരെയും നിയമിച്ചിട്ടുമില്ല. തൃശൂരിൽ തോൽവി നേരിട്ട കെ. മുരളീധരനാകട്ടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് തിരികെ പിടിക്കണമെന്നും അതിനായി മുൻ എം.പി. ആയ ടി.എൻ. പ്രതാപനെ തന്നെ മത്സരിപ്പിക്കണമെന്നുമാണ് ആവശ്യപ്പെടുന്നത്. നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള പ്രതാപന്റെ താൽപര്യത്തിന് തടയിടാനാണ് ഇതെന്നാണ് നിലവിലെ വിലയിരുത്തൽ. തൃശൂർ മണ്ഡലത്തിൽ 11 പേരാണ് കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചത്. ഇതിലിപ്പോൾ ഡി.സി.സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമെന്ന് കരുതുന്ന ടി.വി. ചന്ദ്രമോഹൻ, അനിൽ അക്കരെ, ജോസഫ് ടാജറ്റ് എന്നിവർ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ താക്കോൽ സ്ഥാനം വഹിച്ചവരുമാണ്. എന്തു തന്നെയാണെങ്കിലും തൃശൂരിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് കടന്നു പോവുകയാണ്. മാത്രമല്ല പലതരത്തിലുള്ള ചാണക്യ തന്ത്രങ്ങളും തൃശൂരിൽ പയറ്റുന്നുമുണ്ട്. എന്തു തന്നെയാണെങ്കിലും ആരോപണങ്ങൾ നേരിടുന്നവർക്കെല്ലാം തന്നെ പുതിയ പദവികളും സ്ഥാനമാനങ്ങളും നൽകിക്കൊണ്ട് തന്നെ കോൺഗ്രസ് സംരക്ഷിക്കുകയാണ് എന്ന ആക്ഷേപവും ശക്തമാണ്. കഴിഞ്ഞ ദിവസമാണ് കെ.എസ്.യുവിന്റെ ചുമതല പോലും ടി.എൻ. പ്രതാപന് നൽകിയിരിക്കുന്നത്. ആ ചുമതല ടി.എൻ. പ്രതാപന് നൽകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഇത്ര വലിയ ആരോപണങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ പാർട്ടിയുടെയോ അഥവാ മറ്റാരുടെയോ സംരക്ഷണം ഈ എല്ലാ ആരോപണങ്ങൾ നേരിടുന്ന നേതാക്കൾക്കുമുണ്ട് എന്നതിൽ വലിയ തരത്തിലുള്ള ആക്ഷേപമാണ് മറുവിഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ ഉയർന്നു വരുന്നത്.